കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. നടി മലയാളം ഫീൽഡില് വഴങ്ങാത്തവർ ഇല്ല എന്ന് ഞാൻ കൈ അടിച്ചു പറയും. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. പിന്നെ ഞാൻ അമ്മയില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്പടി കള്ളി, ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ? ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല. പുരുഷട്ടാ ആളെ മനസ്സിലായില്ലേ? അതായത് ഇന്ന് ഉള്ള മലയാള സിനിമയിലെ നടിമാരിൽ ഒരാളും പഴങ്ങാത്തവര് ആരുമില്ല. വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. അങ്ങനെ ഇല്ലാതെ ആരും ഒരു ചാൻസ് ആർക്കും കൊടുക്കത്തില്ല. ഞാൻ പറയുന്നു കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ഈ പുതിയതായിട്ട് വരുന്ന ഇപ്പൊ പുതിയത് എനിക്ക് വലിയ കാര്യത്തില്ല. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇപ്പൊ ഈ ഞാനിപ്പോ തുറന്നു പറഞ്ഞതിന് ശേഷം കുറെ പേര് ഇപ്പൊ ഒത്തിരി മാറ്റം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാനൊരു വലിയ സംഭവം അല്ലേ? പറഞ്ഞതിന് ശേഷം പലർക്കും ചോദിക്കാനൊക്കെ പേടിയാണ്. അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ലാന്ന് എനിക്കാണ് കേട്ടേക്കുന്നത്. പക്ഷെ ഇതിന് മുമ്പുള്ളതൊക്കെ എല്ലാവർക്കും ഇതെല്ലാണൊന്നും എന്തേനു ഏവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഈ പ്രശ്നത്തിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചേച്ചി ഒരു വൈരാഗ്യ ബുദ്ധി വെച്ചിട്ട്, അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യം നടക്കാത്തത് കൊണ്ട് അവസരം കിട്ടാഞ്ഞിട്ടും മനഃപൂർവ്വം കേസ് കൊടുക്കുന്നതാണെന്നൊക്കെ ഉള്ള രീതിയിൽ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അവർ വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്നേ ചെയ്യായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. അന്നേ ചെയ്യുമായിരുന്നു. ഇപ്പം അവര് പറയുന്നത് വെച്ചാൽ അവസരം കിട്ടിയില്ല, ഉദ്ദേശിച്ച കാര്യം നടന്നില്ല, അവസരം കിട്ടിയില്ല, അതുകൊണ്ട് ആ ഒരു വൈരാഗ്യത്തിന്റെയും ദേഷ്യത്തിന്റെയും അമർഷത്തിന്റെയും പേരിലാണ് ഇപ്പോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ അതെ അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ചോദിച്ചുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ പറയുമോ? മുകേഷ് ചേട്ടനും മണിയമ്പള രാജേഷേട്ടനും ജയസൂര്യൻ എന്നെ മാത്രമല്ല നിങ്ങളെ രണ്ടുപേരെയും അറിയാവുന്ന ഇടവേള ഇവരൊക്കെ ഇതിനു മുമ്പ് തന്നെ എന്റെ അടുത്തൊരു ബാഡായിട്ട് ബിഹേവ് ചെയ്തവരാണ്. ഇവര് 4 പേര്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ, ആള് മാറിപ്പോയി. അപ്പൊ പിന്നെ എനിക്ക് തരുവോ? അവരെന്നെ അറിയൂന്ന് പറയുവോ? അതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെയാലും കിട്ടാൻ പോണില്ല, അമ്മയുടെ മെമ്പർഷിപ്പ് കിട്ടാൻ. കാരണം ഇവര് 4 പേർക്കും ആഗ്രഹം ഇവർ പ്രകടിപ്പിച്ചവരാ. ഇപ്പം പെൺകുട്ടികള് സേഫാ, കാരണം നല്ല ഉഗ്ര മുഖ്യമന്ത്രിയാണ് വന്നേക്കുന്നത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. പുലി, വെറും പുലിയല്ല, പൂപ്പുലി. അങ്ങനെ പറഞ്ഞു കൊടുക്കണ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഏത് ഫീൽഡിലും പോകാം. ഞാൻ പറയും ഈ ഒരു നിമിഷത്തെ നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ വി.ഡി. സതീശൻ സാർ ആയതുകൊണ്ട് ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.